അങ്ങനെ റഷ്യയുടെ നേതൃത്വത്തിൽ പുതിയൊരു ലോകക്രമം രൂപപ്പെടുകയാണ്. മുൻപ് അമേരിക്ക സ്വയം നടിച്ചിരുന്നത് ഞങ്ങളാണ് ലോക പോലീസ്, അമേരിക്കയുടെ കീഴിലാണ് മറ്റ് രാജ്യങ്ങൾ അണിനിരക്കേണ്ടത് എന്ന് അമേരിക്ക വെറുതെ ധരിച്ചു വച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കാലം മാറി, രീതി മാറി. ഇപ്പോൾ റഷ്യ നയിക്കുന്നു. റഷ്യയുടെ കൂടെ ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്. എന്തിനേറെ പറയുന്നു, അമേരിക്ക അവരുടെ ഉറ്റ ചങ്ങാതികൾ എന്ന് കരുതിയിരുന്ന ബ്രിക്സ് രാജ്യങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ നാറ്റോ സഖ്യ രാജ്യങ്ങൾ, അവരടക്കം ഇപ്പോൾ റഷ്യയുമായി സഹകരിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള കൃത്യമായ സൂചനകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് റഷ്യയുമായി സഹകരിക്കുന്നതിൻ്റെ പേരിൽ പല രാജ്യങ്ങൾക്കെതിരെ, ഏതാണ്ട് ഡസൻ കണക്കിന് രാജ്യങ്ങൾക്കെതിരെ ട്രംപ് പ്രതികാര ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതിന് കൃത്യമായൊരു മറുപടി ഇപ്പോൾ റഷ്യ നൽകിയിരിക്കുകയാണ്. അതായത് അമേരിക്ക അവരുടെ ഒരു അതായത് മറ്റ് രാജ്യങ്ങളെ അവരുടെ അധീനതയിൽ നിർത്താനായിട്ടുള്ള ഒരു സാമ്രാജ്യത്വ അജണ്ടയുണ്ടല്ലോ, അതാണ് ഇപ്പോൾ അമേരിക്ക നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് റഷ്യയുടെ ആരോപണം. അഥവാ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതിനോടിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനുമേൽ അമേരിക്ക കടന്നു കയറുകയാണ് എന്നുള്ളതാണ് റഷ്യയുടെ ആരോപണം, അല്ലെങ്കിൽ റഷ്യയുടെ വിമർശനം. അതുമാത്രമല്ല, മറ്റു രാജ്യങ്ങളുടെ മേൽ അധിനിവേശം സ്ഥാപിക്കുക, അല്ലെങ്കിൽ അത് വിട്ടുകൊണ്ടുള്ള മറ്റു രാജ്യങ്ങളെ അധീനതയിൽ നിർത്തുക എന്നുള്ള അജണ്ട വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടിക്കും അമേരിക്ക തയ്യാറാകില്ല എന്നുള്ളതാണ് റഷ്യയുടെ ആരോപണം. അതായത് ഇതിൽ നിന്ന് വിട്ടുമാറാൻ, അതായത് റഷ്യയുമായി സഹകരിക്കാൻ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുപോലും രാജ്യങ്ങൾ സന്നദ്ധമാണ്. ഇതിനെതിരെ നിലപാടെടുക്കാൻ രാജ്യങ്ങൾ സന്നദ്ധമാണ്. ആ രാജ്യങ്ങൾ റഷ്യയുമായി സഹകരിക്കുന്നു എന്നുള്ളതാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അവകാശപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഏതൊക്കെ ഉണ്ട് എന്ന് നോക്കണമല്ലോ. ഒന്ന്, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, UAE, ഇന്തോനേഷ്യ. ഈ പറയുന്ന രാജ്യങ്ങളാണ് ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയുടെ കീഴിൽ വരുന്നത്. ഇവരെല്ലാം തന്നെ അല്ലെങ്കിൽ അമേരിക്ക ഒഴികെ ഉള്ള ഇത്തരം രാജ്യങ്ങൾ, അമേരിക്കയും ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ബ്രിക്സിലുള്ള ഈ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അവകാശവാദം. കഴിഞ്ഞില്ല, അമേരിക്ക നാറ്റോ സഖ്യരാജ്യങ്ങളെ അവരുടെ കീഴിൽ, അവരുടെ പിണിയാളുകളായി വെച്ചിരുന്നു. അതായത് അമേരിക്കയ്ക്ക് വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ പോയി എന്ത് അക്രമവും ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന സംഘത്തെയാണ് നമ്മൾ നാറ്റോ സംഘം എന്ന് വിശേഷിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ അധ്യക്ഷനായിട്ട് ഇപ്പോഴുള്ളത് ഫ്രാൻസ് ആണ്. കൂടാതെ ജർമ്മനിയും ബ്രിട്ടനുമെല്ലാം നാറ്റോ സഖ്യരാജ്യങ്ങളിലുണ്ട്. ഇതിൽ ഫ്രാൻസ് ഇപ്പോൾ കൃത്യമായും അമേരിക്കൻ വിരുദ്ധ നിലപാടുകൾ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, പലസ്തീനു മേൽ നടത്തുന്ന അധിനിവേശം, അല്ലെങ്കിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടി, ഇതിനെതിരെ കർശനമായ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇപ്പോൾ ഫ്രാൻസ്. അവർ പലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്ന തരത്തിൽ നിലപാടുകളിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ ഇസ്രയേൽ അവിടെ സൈനിക നടപടി അവസാനിപ്പിക്കണം, ഗസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണം എന്നുള്ള നിലപാട് ഫ്രാൻസ് എടുക്കുന്നു. സമാനമായ നിലപാടാണ് ജർമ്മനിയും അതേപോലെ തന്നെ ബ്രിട്ടനും എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൂടി ഓർക്കുക. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഈ മൂന്ന് രാജ്യങ്ങൾ കൃത്യമായ നിലപാടെടുക്കുന്നു. ഈ മൂന്ന് രാജ്യങ്ങളും നാറ്റോയിലെ ഏറ്റവും പ്രധാന ശക്തികളിൽ ഒന്നാണ്. ഇതുകൂടാതെ അമേരിക്കയുടെ വ്യാപാര, അല്ലെങ്കിൽ അമേരിക്കയുടെ ആയുധ ഇടപാടുകൾക്ക് പരോക്ഷമായി പാര വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫ്രാൻസ്. അതായത് അമേരിക്കയുടെ യുദ്ധോപകരണങ്ങൾക്ക് ബദലായി ഫ്രാൻസിൻ്റെ യുദ്ധോപകരണങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ വാങ്ങണം. പ്രത്യേകിച്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഫ്രാൻസിൻ്റെ റഫേൽ യുദ്ധവിമാനങ്ങളടക്കം വാങ്ങണം. അമേരിക്കയുടെ F-35 എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിന് പറയത്തക്ക സവിശേഷതകളൊന്നുമില്ല. ഞങ്ങളുടെ റഫേൽ വിമാനമാണ്, ഇപ്പോൾ ഇന്ത്യ അടക്കം ഉപയോഗിക്കുന്ന റഫേൽ വിമാനങ്ങളാണ് മികച്ചത് എന്നുള്ള ഒരു പ്രചാരണം ഫ്രാൻസ് ഔദ്യോഗികമായി തന്നെ അഴിച്ചുവിടുന്നുണ്ട്. അപ്പോൾ കൃത്യമായും അമേരിക്ക പല മേഖലകളിൽ, അതായത് ബ്രിക്സ് കൂട്ടായ്മയിൽ അമേരിക്ക ഒറ്റപ്പെടുന്നു, നാറ്റോ സഖ്യരാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ കുറുമുന്നണി ഉണ്ടാക്കുന്നു. ഇവരെല്ലാം തന്നെ, അതായത് അമേരിക്കയുമായി കൃത്യമായ അഭിപ്രായ വ്യത്യാസമുള്ള ഈ രാജ്യങ്ങളെല്ലാം തന്നെ റഷ്യയുമായി സഹകരിക്കുന്നു എന്നുള്ളതാണ്. കാരണം റഷ്യ ഒരു വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമാണ്. അമേരിക്ക റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ശൈത്യ മേഖലയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് റഷ്യയിൽ നിന്ന് കുറഞ്ഞ ചിലവിൽ ഇന്ധനം കിട്ടുന്നത് നിലച്ച ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് 10 വർഷത്തോളമായി ഈ ഒരു പ്രതിസന്ധി അവർ നേരിടുന്നു.
ഈ ഘട്ടത്തിൽ അമേരിക്ക അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾ അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നു എന്നൊരു തോന്നൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് അവർ കൃത്യമായും അമേരിക്കയുടെ ഈ താല്പര്യങ്ങൾക്കെതിരെ ഇപ്പോൾ നിലപാടെടുക്കാൻ മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഇനി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം എന്താണ് അവർ ഇക്കാര്യത്തിൽ പറഞ്ഞത് എന്ന് നോക്കാം. അതായത് നികുതിയും ചുങ്കവും ചുമത്തുന്നതിലൂടെ, അതായത് അമേരിക്ക ഇപ്പോൾ പ്രതികാര ചുങ്കമാണല്ലോ ഏർപ്പെടുത്തുന്നത്, അപ്പോൾ ഇത്തരത്തിൽ നികുതിയും ചുങ്കവും ചുമത്തുന്നതിലൂടെ ചരിത്ര സൃഷ്ടിയെ അല്ലെങ്കിൽ ചരിത്രം, അതായത് ഇപ്പോൾ ഒരു ചരിത്രപരമായ കാര്യമാണല്ലോ നടന്നുകൊണ്ടിരിക്കുക. റഷ്യയുടെ കീഴിൽ മറ്റ് രാജ്യങ്ങൾ അണിനിരക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ചരിത്ര സൃഷ്ടിയെ തടഞ്ഞു നിർത്താൻ തൽക്കാലം അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്നുള്ളതാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതുകൂടാതെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അതായത് അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സമ്മർദ്ദം സൃഷ്ടിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതുമാത്രമല്ല, സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക അവരുടെ നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതും റഷ്യ ആരോപിക്കുന്നു. അപ്പോൾ ഇത്തരം രാജ്യങ്ങൾ, അതായത് അമേരിക്കയുടെ ഇത്തരം നിയന്ത്രണങ്ങൾ അനുഭവിക്കുന്ന രാജ്യങ്ങളുമായി ഏത് രീതിയിലും സാമ്പത്തികമായും സൈനികവുമായും ഏത് രീതിയിലും സഹകരിക്കാൻ റഷ്യ തയ്യാറാണ് എന്നുള്ളതാണ് റഷ്യൻ നിലപാട്. അതുകൂടാതെ ഈ ഒരു സഹകരണം പരസ്പര സഹകരണത്തിലും തുല്യതയിലും ആയിരിക്കും. അതായത് റഷ്യയുടെ നയം വ്യക്തമാക്കുന്നു, റഷ്യ സഹകരിക്കുന്ന രാജ്യങ്ങളുമായി പരസ്പര സഹകരണവും തുല്യതയും പാലിക്കും. എന്നാൽ അമേരിക്ക അങ്ങനെയല്ല. അമേരിക്ക എല്ലാ കാര്യത്തിലും അമേരിക്കയുടെ താല്പര്യമാണ് പ്രാധാന്യം കൊടുക്കുക. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിൽ അമേരിക്ക ഇടപെടും, അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങളെ തകർക്കാൻ നോക്കും. ഇതാണ് അമേരിക്കയുടെ നിലപാട്. പിന്നെ അതായത് അമേരിക്ക ഇത്തരത്തിൽ ഈടാക്കുന്ന പ്രതികാര ചുങ്കം അല്ലെങ്കിൽ ഇത്തരം ഇടപാടുകൾ അല്ലെങ്കിൽ വ്യാപാര യുദ്ധം അത് ലോകത്തെ സാമ്പത്തിക ക്രമത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും അത് മറ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെ തടയും, വിതരണ ശൃംഖലകൾ തകരാറിലാവും. അതായത് ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭിക്കേണ്ടത് ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നാകും. അപ്പോൾ അമേരിക്ക ഇത്തരത്തിൽ ഉപരോധങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതിലൂടെ ആ ഉൽപ്പന്നങ്ങളുടെ ആ അസംസ്കൃത വസ്തുക്കളുടെ വരവ് നിലയ്ക്കും. അങ്ങനെ വിതരണ ശൃംഖലകൾ തന്നെ താറുമാറാകും, ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് വഴിതെളിക്കും എന്നുള്ളതാണ് റഷ്യ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ അമേരിക്ക ഇപ്പോൾ ഇത്തരത്തിൽ പ്രതികാര ചുങ്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നികുതി അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവരുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നു. ആഗോളതലത്തിൽ അമേരിക്കയുടെ ആധിപത്യം അതായത് അമേരിക്ക നമ്മൾ കരുതുന്ന പോലെ വലിയൊരു സൈനിക ശേഷിയുള്ള രാജ്യമാണ്, വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യമാണ്. അപ്പോൾ അമേരിക്ക സ്വയം കരുതി വച്ചിരുന്നത് മറ്റുള്ളവരെല്ലാം അവർക്ക് വിധേയരായി നിൽക്കുമെന്നുള്ളതാണ്. എന്നാൽ അമേരിക്കയ്ക്കെതിരെ ഇപ്പോൾ എതിർ ശബ്ദങ്ങൾ ഉയരുന്നു. അതോടുകൂടി അമേരിക്ക തിരിച്ചറിയുകയാണ് അവരുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അവർ ബോധപൂർവം മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഇത്തരം നികുതി ഭാരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് റഷ്യയുടെ നിലപാട്. ഈ നടപടികൾക്കെതിരെ സർവശക്തിയും ഉപയോഗിച്ച് അത് സാമ്പത്തികമായും എങ്ങനെയാണെങ്കിലും അത് നേരിടാൻ റഷ്യ ഒരുക്കമാണ്, റഷ്യ അതിന് തയ്യാറാണ് എന്നുള്ള കൃത്യമായ ഒരു മറുപടിയാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആഗോള ക്രമത്തിൽ അമേരിക്ക അവരുടെ താല്പര്യങ്ങളും ഒറ്റപ്പെടുകയാണ്. റഷ്യയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ചൈന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ പല അസംതൃപ്ത രാജ്യങ്ങളും ഒത്തുകൂടുന്നു. അതുകൊണ്ട് തന്നെ വരും നാളുകൾ ഇത്തരം, അതായത് ഈ പറയുന്ന RIC സഖ്യവും, അതായത് റഷ്യയും ഇന്ത്യയും ചൈനയും നേതൃത്വം കൊടുക്കുന്ന സഖ്യവും അമേരിക്കയും അമേരിക്കയുടെ ചില പിണിയാളുകളായിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട്, ഇവർ നേതൃത്വം നൽകുന്ന സഖ്യങ്ങളും തമ്മിൽ നടക്കുന്ന പോരായിരിക്കും വരും നാളുകളിൽ ലോകം സാക്ഷിയാകുക.